മണ്ണിട്ട് നികത്താനുള്ള സ്ഥലത്തെ പ്രമുഖനും പൊതുകാര്യ പ്രസക്തനുമായ ചന്ദ്രൻപിള്ളയുടെ തീരുമാനത്തിനെതിരെ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കർഷക പ്രതിഷേധ ജാഥയാണ് കടന്നുവന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ രഹസ്യമായി ചെയ്യുന്ന കർമ്മം തീയതി നിശ്ചയിച്ച് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തുമാണ് ചന്ദ്രൻപിള്ള നടത്താൻ തീരുമാനിച്ചത്. തികച്ചും പ്രകോപനപരമായ ചന്ദ്രൻപിള്ളയുടെ വെല്ലുവിളിക്കെതിരെ കർഷക പ്രതിഷേധം അലയടിക്കുകയാണ്. പോലീസ് സംരക്ഷണമുണ്ടെങ്കിലും എന്ത് സംഭവിക്കാവുന്ന സ്ഥിതിയാണ് സ്ഥലത്ത് സംജാതമായിരിക്കുന്നത്. മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. എന്താ നിങ്ങളുടെ പ്രശ്നം? എവിടാ നിന്റെ ചന്ദ്രൻ? ചന്ദ്രേട്ടാ, സമരക്കാരെത്തി. മൂരാച്ചി മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി ചന്ദ്രൻ പിള്ളേ മൂരാച്ചി 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 ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. മിസ്റ്റർ ചന്ദ്രൻ, അങ്ങോട്ട് പോകണ്ട. അവരാകെ വയലിലായിട്ട് നിൽക്കുക. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയാ ഈ പാടത്ത് ചോര വീഴും. എന്റെ സാറേ, ചന്ദ്രൻപിള്ള ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നം അന്നുമില്ല ഇന്നുമില്ല ഇനി ഒരിക്കലും ഉണ്ടാവൂല്ല. ജയബാല സാറിനെ കൊണ്ടാക്ക്. ചന്ദ്രൻ പിള്ളേ ചന്ദ്രൻ പിള്ളേ ചന്ദ്രൻ പിള്ളേ മൂരാച്ചി. നമസ്കാരം. ഞാൻ എത്താൻ വൈകിയോ? ഇല്ല. ഓ, ചന്ദ്രൻ പിള്ള കയ്യൂരൊക്കെ കേട്ടിട്ടുണ്ട്. കയ്യൂക്കുന്ന് കേട്ടിട്ടുണ്ട്. പുന്നപ്ര വയലാർ. അയ്യോയ്യോയ്യോ, എത്ര വലിയ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥല സഖാവേ. മാത്രമല്ല നമ്മുടെ വയലാർ രാമവർമ്മ ജനിച്ച സ്ഥലമല്ലേ. പരിഹസിക്കേണ്ട. കൃഷിഭൂമി നികത്താൻ പാടില്ലെന്നാ നിയമം. ആ നിയമം ലംഘിച്ച് ഈ പാടം നികത്തുമെന്ന് നോട്ടീസ് അടിച്ച് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളെ പോലെ തന്റെ ഇടമുള്ള ഇത്രയും കൃഷിക്കാർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്താണോ ചിരിക്കുന്നത്? ആളെ പരിഹസിക്കുക? അയ്യോ അല്ല സഖാവേ, ഈ വന്നവര് മുഴുവൻ കർഷക തൊഴിലാളികളാണെന്ന് കേട്ടപ്പോ അറിയാതെ ചിരിച്ചു പോയതാ. മാത്രമല്ല എന്റെ ജീവിതത്തിൽ കുറെ കാലത്തിന് ശേഷം ഇത്രയും കർഷക തൊഴിലാളികളെ ഞാൻ ഒന്നിച്ച് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി നിങ്ങൾ എല്ലാവരും വന്നോളൂ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവരും കേൾക്കണം. വർഷാവർഷം നല്ല രീതിയിൽ കൃഷി നടത്തിയാൽ സാമാന്യം തരക്കേടില്ലാത്ത വിളവ് കിട്ടുന്നൊരു പാടമാണ് ഇത്. കഷ്ടകാലത്തിന് ഇത് എന്റെ ആയിപ്പോയി. കൃഷി നടത്താൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു, ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒറ്റ കൃഷിക്കാരനെ പോലും കിട്ടാനില്ല. നിലമൊരുക്കാൻ ആളില്ല, വിത്ത് വിതയ്ക്കാൻ ആളില്ല, കൊയ്യാനും ആളില്ല. എന്നാൽ ഇതങ്ങോട്ട് നികത്താന്ന് വിചാരിച്ചാലോ നിയമം ഒട്ട് സമ്മതിക്കൂ. നിയമം സമ്മതിച്ചാലും ചന്ദ്രേട്ടൻ അത് ചെയ്യില്ല. ഈ മണ്ണിന്റെ മഹത്വം എന്താ നീ കൊടി പിടിച്ച് നിൽക്കുന്നവരെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളെ ചന്ദ്രേട്ടൻ. അപ്പൊ പാടം നികത്തുന്ന നോട്ടീസ് അടിച്ചിറക്കിയതോ? അത് ഞാൻ പറയാം. എല്ലാരും ഇങ്ങോട്ട് വന്നോളൂ. പ്രിയമുള്ള സഖാക്കളെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ പാടത്ത് വിത്ത് വിതയ്ക്കാനും കൃഷി ഇറക്കാനും തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോ ഞാൻ ഇറക്കിയൊരു സൂത്രപ്പണിയായിരുന്നു ഈ നോട്ടീസ്. നേരെ ചൊവ്വേ വിളിച്ചാൽ നിങ്ങൾ ആരും പണിക്ക് വരില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനൊരു പദ്ധതി ആവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. നിലം നികത്തുന്ന നോട്ടീസ് അടിച്ചാൽ നിങ്ങളെല്ലാം ആ നിമിഷം സംഘടിച്ചെത്തുന്നുള്ള ഞങ്ങൾക്ക് അറിയായിരുന്നു. ക്യാമറ നേരെ പിടിച്ചോളൂ. ഈ നിൽക്കുന്നവരെല്ലാം കർഷക തൊഴിലാളികളാണെന്ന് നേതാവ് പറഞ്ഞ് നിങ്ങളെല്ലാം കേട്ടതാണല്ലോ. അപ്പൊ എന്റെ ഈ പാടത്ത് കൃഷി ഇറക്കി കൃഷിപ്പണി ചെയ്യാനുള്ള ആ ബാധ്യതയും ഇവർക്കില്ലേ? തീർച്ചയായും. ഇവരൊക്കെ പറയുന്ന കൂലി കൊടുക്കാൻ ഞാൻ തയ്യാറാ. അപ്പൊ പണി ചെയ്യാൻ ഇവരും തയ്യാറാവണ്ടേ? എന്നാ പിന്നെ നേതാവേ തുടങ്ങല്ലേ? എന്ത് കൃഷിപ്പണി അല്ലാതെ പിന്നെ എന്ത്? നോക്കി നിൽക്കാതെ ജയബാല കൈക്കോട്ടെടുത്ത് കൊടുക്കണേ. നേതാവേ വേണ്ട, വെറുതെ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കണ്ട. ചാനലുകാരൊക്കെ നോക്കി നിൽക്കുക. ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. അതെ, ഉഴിച്ചിൽ കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ശരീരം ആകെ ഇളമിച്ചിരിക്കുക. അത് സാരമില്ല സഖാവേ. വല്ലപ്പോഴും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പണിയെടുത്താലേ അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രിയമുള്ള കർഷക തൊഴിലാളികളെ എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രസംഗിക്കാൻ പറ്റൂ. ഓക്കേ ജയബാല, ആ കൈക്കോട്ടെടുത്ത് നേതാവിന്റെ കൈ കൊടുക്കട. കൈക്കോട്ടെ കർഷകൻ ഇനി അഭിമാനത്തോടെ സഖാവിന് ധീരതയോടെ നയിച്ചോളൂ. കിളച്ചോളൂ. എല്ലാവർക്കും നന്ദി കേട്ടോ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. அப்படிங்கிறத
ദാവിദ്, വാ, ഇങ്ങട് വാ. ആ, ഇവിടെ കളിക്ക്. ഹൈ, ഇതെന്തത്? ഹൈ, ക്ഷീണിച്ചോ? അച്ഛാ ആ, എന്താ ഈ കുട്ട മത്സരം? അച്ഛന്റെ മാനം കളഞ്ഞില്ല. ഫസ്റ്റാ. മോനെ മോനാണ് മോൻ. അതിലെന്തട അത്ര അത്ഭുതം? പഠിക്കുമ്പോ ഞാനും ഒന്നാമനായിരുന്നില്ലേ? വെറുതെ നോണ പറയല്ലേ അച്ഛാ. ഏ? അച്ഛന്റെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റിലെ മാർക്സ് ഞാൻ കണ്ടതാ. എന്ത്? എല്ലാത്തിനും വട്ടപൂജ്യം അല്ലേ? അത് പിന്നെ സ്പോർട്സിൽ ചാമ്പ്യൻ ആയിരുന്നോണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതുകൊണ്ടല്ലേ? അല്ല, ഏതിനത്തിലായിരുന്നു അച്ഛൻ ചാമ്പ്യൻ ആയത്? ഹൈ ജമ്പില് ജമ്പ് ചെയ്ത് മുഴുവൻ മതിലുകളും വേലികളാണെന്ന് മാത്രം. ജയബാല നിർത്തി. ഇതാരാ? അച്ഛനെ കാണാൻ വന്നതാ. ഓ, ആ തെങ്ങ് കയറാൻ ആളെ വിടാന്ന് കൃഷ്ണമാമ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ന്യൂ ജനറേഷനിലെ തെങ്ങേറ്റക്കാരനാ. തളപ്പ് കൊണ്ടുന്നില്ലേ? അയ്യോ അച്ഛ, ഇത് തെങ്ങുകയറ്റക്കാരനല്ല, ഏ? ഒളിമ്പ്യനാ, ഒളിമ്പ്യൻ. എന്ത്? ഒളിമ്പ്യൻ മാത്തൻ സാറ്. ഒളിമ്പിക്സിൽ പണ്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളാ. ഓ, ഞാൻ എന്തൊരു മണ്ടന. തെങ്ങേറ്റക്കാർക്ക് കുടവേറുണ്ടാവില്ല എന്നുള്ള കാര്യം പോലും ഓർക്കാതെ. ഇതെന്താണ് പ്രസവിക്കാറല്ലേ? ഉണ്ടായിരുന്നു. സാറ് ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ ചന്ദ്രൻ. ഓ. ഇത്രയും നേരം തന്നെയും കാത്ത് ഞാൻ ഇവിടെ ഇരുന്നത് അപ്പുവിനെ കുറിച്ച് പറയാന്. മിടുക്കനാണിവൻ. സൈക്ലിംഗിൽ ശോഭനമായൊരു ഫ്യൂച്ചർ ഇവനിൽ ഞാൻ കാണുന്നു. പക്ഷേ ആ കഴിവൊന്ന് വളർത്തിയെടുക്കണമെങ്കിൽ ചന്ദ്രൻ കൂടി ഒന്ന് മനസ്സ് വെക്കണം. ഉണ്ട് സർ, എന്നാലാവുന്ന എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് സർ. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരാ. ഉദാഹരണത്തിന് ഈ സൈക്കിൾ, ഇതല്ല ഇവന് വേണ്ടത്. ഇപ്പൊ കിട്ടാവുന്നതിനും വെച്ച് ഏറ്റവും നല്ല സ്പോർട്സ് സൈക്കിൾ ഇവന് വാങ്ങിക്കൊടുക്കണം. കാശൊരല്പം കൂടും. ഒരു 2-2.5 ലക്ഷം രൂപയാവും. അത്രയും പൈസക്ക് കാറ് കിട്ടുമല്ലോ. കിട്ടുമായിരിക്കും, പക്ഷെ കാർ ഓടിച്ച സൈക്കിളിങ്ങിനുള്ള മെഡൽ കിട്ടില്ല. അപ്പുവിന്റെ കാര്യത്തില് ഞാൻ കാശ് നോക്കാറില്ല സർ. ഗുഡ്. നല്ല മാതാപിതാക്കളാണ് നല്ല തലമുറയെ സൃഷ്ടിക്കുന്നത്. ഓ, നല്ല അച്ഛൻ, നല്ല അമ്മ, ആ, നല്ല അധ്യാപകൻ, നല്ല സുഹൃത്ത്. ഇവരാണ് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ ഉണ്ടാക്കുന്നത്. എന്തു പറ്റി? ഒന്നുമില്ല. നമ്മൾ കുളക്കരയിൽ 2 ബിരിയാറായ മുട്ടകൾ വയ്ക്കുന്നു. എന്തിന്? എന്തിന്? ആ, പറയാം. ഒന്ന് താറാവിന്റെയും മറ്റേത് കോഴിയുടെയും. ഓ, മുട്ടകൾ വിരിഞ്ഞാലുടനെ താറാ കുഞ്ഞ് വെള്ളത്തിലേക്ക് പോകും, കോഴിക്കുഞ്ഞ് കരയിലേക്ക് മൂടും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അത് പണ്ട് തൊട്ട് അങ്ങനെയാണല്ലോ. നമ്മളായിട്ട് ഇനി അത് മാറ്റണോ? നമ്മളായിട്ട് ഇനി അത് മാറ്റണോ? മാറ്റണം. മാറ്റണം. എന്നാ മാറ്റാം. ഓരോ ജീവിയിലും അതിന്റെ പ്രകൃതം പ്രപഞ്ച സൃഷ്ടാവ് കുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പുവിന്റെ നിയോഗം വലിയൊരു സൈക്ലിംഗ് ചാമ്പ്യൻ ആവുക എന്നതാ. ഏ? എന്താ ഇങ്ങനെ ഇടക്കിടക്ക് ചാടിക്കളിക്കുന്നത്? എന്തെങ്കിലും അസുഖമുണ്ടോ? അത് ബാധയുടെ ഉപദ്രവം തുടങ്ങിയതുകൊണ്ടാ. അവൻ ചുമ്മാ പറയുന്ന സർ, സാറ് പറഞ്ഞു. ആ പപ്പുവിന്റെ മുട്ട, ഓ സോറി, താറാവിന്റെ മുട്ട. ആ, അപ്പുവിന്റെ ആ കഴിവ്, അതിനെ പരിപാലിച്ച് പുഷ്ടിപ്പെടുത്തിയെടുക്കേണ്ട ജോലിയാണ് നമ്മൾ മുതിർന്നവർ ചെയ്യാനുള്ളത്. അയ്യോ, ചോക്കോ ചായ. ചായ. ആ, ടീച്ചറപ്പ എത്തി. കുറച്ചു നേരായി. നല്ല ഉന്നോട്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഒരെണ്ണം ഒഴിച്ച്. ഇത്രയും ഉന്നുള്ള സ്ഥിതിക്ക് ഇതിനി വെച്ച് നീട്ടാണ്ട് അങ്ങ് നടത്തണം. ടീച്ചർക്ക് നല്ലൊരു അമ്മയും ഭാര്യയാവാൻ പറ്റും. എന്നാ ഇറങ്ങട്ടെ. നിന്റെ മറ്റേട്ടം. അപ്പു, പറഞ്ഞതൊന്നും മറക്കണ്ട. മുട്ടയുടെ കാര്യം അല്ലടോ, പ്രാക്ടീസ്. അതാണ് ഒരു കായിക താരത്തിന്റെ കരുത്ത്. വരട്ടെ. ഓ, ചായ എങ്ങനെയുണ്ട്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ എന്റെ മോന്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുതെന്ന്. നീ എത്ര നടന്നാലും എന്നെ കെട്ടണം എന്നുള്ള നിന്റെ മോഹം ഈ ജന്മത്ത് നടക്കാൻ പോകുന്നു. അതിന് ചന്ദ്രേട്ടനെ കെട്ടണം ആര് പറഞ്ഞു? എനിക്ക് അപ്പുവിന്റെ അമ്മയാവണം. അതിന് കല്യാണം അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. അപ്പു, ഒന്ന് പറഞ്ഞു മനസ്സിലായി കൊടുക്കുന്ന നിന്റെ അച്ഛന്. ഇതും കൂടെ പറഞ്ഞു മനസ്സിലായി കൊടുക്കണേ. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.